ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. മമ്മിയെ കണ്ട പിന്നെ ജിസേല് ഫുൾ കരഞ്ഞു കൂകിയിരിക്കുകയാണ് കേട്ടോ. പറയുന്നത് ഇതാണ്: എനിക്കെന്റെ മേക്കപ്പ് കിട്ടുന്നില്ല, എനിക്കെന്റെ ഡ്രസ്സ് കിട്ടുന്നില്ല, എന്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നുണ്ട്, പ്ലീസ് മമ്മി ഡ്രസ്സ് കൊടുത്തു വിടുക എന്നൊക്കെ പറഞ്ഞ് ഫുൾ അലറി വിളിച്ച് കരച്ചിലാണ്. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ആ സെൻസിലല്ല കേട്ടോ. ഇത്രയും വലിയൊരു ഫാഷൻ മോഡല് ക്രിബിംഗ് ആണ്. ക്രിബിംഗ് എന്ന് പറയുന്നതിന് ഇംഗ്ലീഷില് ഇങ്ങനെ ഇരുന്ന് പരാതി പറയുകയാണ്: എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ലല്ലോ, എനിക്ക് മേക്കപ്പ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി മനസ്സിലാണ്. ജിസേലിന്റെ മമ്മി ആണെങ്കിൽ ടാസ്ക് നന്നായിട്ട് ചെയ്യാത്തതിൽ നല്ല രീതിക്ക് തന്നെ വഴക്ക് പറയുന്നുണ്ട് ജിസേലിന്റെ. ടാസ്ക് എന്താണ് നന്നായിട്ട് ചെയ്യാത്തതെന്ന്. പിന്നെ ഇപ്പോ ലക്ഷ്മിയെ കണ്ടുപിടിക്കാനൊക്കെ പറയുന്നുണ്ട്. ടാസ്ക് ചെയ്യുന്ന കാര്യത്തില് ലക്ഷ്മിനെ നൂറേനെ ഒക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ട്രിഗർ ചെയ്യാൻ വന്നതാണോ മമ്മി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് മുംബൈയിൽ പോവാത്തത്? എനിക്കൊന്ന് മുംബൈയിലാണെന്ന് തോന്നുന്നു ജിസേലിന്റെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ മുംബൈയിൽ നിന്ന് കൊടുത്തു വിടണമായിരിക്കും. ജിസേലിന്റെ മമ്മി ആലപ്പുഴയിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് മുംബൈ പോവാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മമ്മിയുമായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ കശപിശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മമ്മിയും മോളും തമ്മിലുള്ള വർത്തമാനങ്ങളാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പുറത്ത് ഡിസ്ലൊക്കേറ്റ് ആയെന്ന് ഇങ്ങനെ നാട്ടു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരല്ലാതെ പുറത്തെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിനിടയ്ക്ക് ആര്യനൊരു ടോപ്പിക് ആവുന്നുണ്ട്. ആര്യനെ എന്തിനാ അവോയ്ഡ് ചെയ്തെന്നുള്ള രീതിയിൽ ജിസേൽ ചോദിക്കുമ്പോൾ ജിസേലിന്റെ മമ്മി പറയുന്നത് അവന്റെ മനഃപൂർവ്വം ഞാൻ അങ്ങനെ ചെയ്തതൊന്നുമല്ല, അവനെന്റെ കാലേ വീണ് തൊഴുതായിരുന്നു കേട്ടോ ആര്യൻ. അപ്പോൾ അത് കാരണം ഞാൻ കാണാതെ പോയതാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരാ നടന്നു വരുന്ന വഴിക്ക് എന്തോ ഞാനല്ല അവനാണെന്നോ എന്തോ ഒരു കാര്യം ജിസേൽ പറയുന്നതായിട്ട് കേട്ടിരുന്നു. ക്ലിയർ അല്ലായിരുന്നു ജിസേലിന്റെ മമ്മി എന്താണ് പറഞ്ഞതെന്നുള്ളത്. പിന്നെ മലയാളത്തിൽ മാത്രം സംസാരിക്കുക ആസ് യൂഷ്വൽ. ഇവര് ഹിന്ദിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ ബിഗ് ബോസ് പറയുന്നു. പിന്നെ പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.